നിലാക്കീറിലേക്ക് സ്വാഗതം. ആ നഗരത്തിലെ ഉത്സവം പേരുകേട്ടതായിരുന്നു. ലോകത്തെമ്പാടുമുള്ള കലാകാരന്മാരുടെ മാസ്റ്റർ പീസുകൾ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു എന്നതാണ് സവിശേഷത. മനോഹരമായി അലങ്കരിച്ച ഒരു വലിയ മെഴുകുതിരിയായിരുന്നു ആ വർഷത്തെ പ്രധാന ആകർഷണം. തിരി തെളിയുമ്പോൾ ഹൃദ്യമായ പരിമളം ചുറ്റും പരന്നിരുന്നു. അവിടുത്തെ ധനികരിൽ ഒരാളാണ് അത് വില കൊടുത്തു വാങ്ങിയത്. അയാൾ വീട്ടിൽ ഒരു ചില്ലുകൂടുണ്ടാക്കി മെഴുകുതിരി അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു. അത് കാണാനായി ധാരാളം പേർ അയാളുടെ വീട്ടിലെത്തിയിരുന്നു. അങ്ങനെ അവിടെ എത്തിയ ഒരു കുട്ടിയാണ് ഈ തിരി എന്താണ് കത്തിക്കാത്തത് എന്ന് ചോദിച്ചത്. ഇത് വളരെ വിലപ്പെട്ടതും അപൂർവവുമാണല്ലോ, അത് കത്തിച്ചാൽ തീർന്നു പോവില്ലേ എന്നായിരുന്നു അയാളുടെ ഉത്തരം. തെളിയിക്കുന്നില്ലെങ്കിൽ ഒരു തിരി കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ആ കുട്ടി ചോദിച്ചപ്പോഴാണ് ഒരു മെഴുകുതിരി പ്രദർശനത്തിന് വയ്ക്കുന്നതിലെ അനൗചിത്യം അയാൾക്ക് വെളിപ്പെട്ടത്. ഈ കഥയുടെ ഉള്ളടക്കത്തിന് നേർവിപരീതമായ അനുഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. കത്തിച്ച വിളക്ക് പോലെ തെളിച്ചമുള്ള ജീവിതങ്ങളുടെ ചിത്രം സുവിശേഷത്തിലുണ്ട്. വചന സന്ദർഭം ഇങ്ങനെയാണ്: പിറവിയുടെ 8-ാം ദിനം മറിയവും ജോസഫും കൂടി ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കാനായി കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശിമയോനും അന്നയും ഉണ്ണിയെ കാണുകയും തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയായെന്ന് മനസ്സിലാക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തതാണ് സുവിശേഷ സന്ദർഭം. അതിനു മുമ്പും അതിനു ശേഷവും നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ അവിടെ സമർപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ യേശുവിൻ്റെ സമർപ്പണം മാത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരു കുഞ്ഞിനെ സമർപ്പിച്ച ദിവസം മാത്രമായിരുന്നില്ല, സമർപ്പിതരുടെ സംഗമ ദിനവും കൂടിയായിരുന്നു. ദൈവത്തിന് ജീവിതം സമർപ്പിച്ചവർ അവിടെയുണ്ട്. ദൈവത്തിൽ ആനന്ദം അനുഭവിക്കുന്ന 5 മനുഷ്യർ. എന്ത് സുന്ദരമായ രംഗമാണത്! വേദപുസ്തകത്തിലെ ഏറ്റവും വെളിച്ചമുള്ള ഒരു ദൃശ്യമല്ലേ അത്? അവർ തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിലല്ല, മെഴുകുതിരി പോലെ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയവരാണല്ലോ. സുവിശേഷം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കഥയിലെ ധനികനെ പോലെ തീർന്നു പോകുമോ എന്ന ആകുലത നമുക്ക് ജീവിതത്തെക്കുറിച്ചുണ്ട്. കാരണം നമ്മുടെ കാഴ്ചപ്പാടിൽ ദൈവത്തിന് കൊടുക്കുന്നത് നഷ്ടപ്പെടുത്തി കളയലാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ചിലർ തങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. സുവിശേഷത്തിലെ മനുഷ്യർ 3 ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നതായി അവർക്ക് തോന്നി എന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പല വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും അവർ ദൈവത്തെ വിട്ടുപോയില്ല. കർത്താവെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും എന്ന പത്രോസിൻ്റെ ചോദ്യം ഉള്ളിലുള്ളതുപോലെ അവർ ദൈവത്തെ വിട്ടുകളയാതെ ദൈവത്തോട് ചേർന്ന് നിന്നു. 2, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തിയെന്നതാണ്. മറിയം പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിനു വേണ്ടി ജീവിതം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. തൻ്റെ തീരുമാനത്തെ പോലും ദൈവത്തിനു വേണ്ടി തിരുത്തി എഴുതാൻ ജോസഫ് തയ്യാറായിട്ടുണ്ടല്ലോ. 3-ാമത്തെ ഉത്തരം, അവർ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു, അത് നിറവേറുന്നതിൽ ആഹ്ലാദിച്ചു. മാത്രമല്ല, അത് നിവർത്തിക്കപ്പെടുന്നതിന് അവർ സ്വന്തം ജീവിതം സമർപ്പിക്കാൻ മനസ്സ് കാട്ടുകയും ചെയ്തു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന ദൂതവാക്യത്തെ മറിയം വിശ്വസിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണാതെ മരിക്കുകയില്ല എന്ന പ്രവചനം പൂർത്തിയാകുന്ന നാളിനു വേണ്ടി ശിമയോൻ കാത്തിരിക്കാൻ തയ്യാറായി. അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ അർത്ഥവും ആഹ്ലാദവും കണ്ടെത്താൻ കഴിയുമെന്ന് സുവിശേഷത്തിലെ മനുഷ്യർ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ സമർപ്പണ തിരുനാൾ സമർപ്പിതരുടെ ദിനവും കൂടിയാണല്ലോ. സന്യസ്തരെ സവിശേഷമായി ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്ന ദിവസമാണിന്ന്. എനിക്ക് കൂട്ടായി ദൈവം മാത്രം മതി എന്ന നിലപാടിൻ്റെ പേരാണല്ലോ സന്യാസം. ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നതിൽ അവർക്കെന്നും ആനന്ദിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സുവിശേഷം ചില വീണ്ടുവിചാരങ്ങൾക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. മറിയത്തെയും ജോസഫിനെയും പോലെ
എനിക്ക് പ്രിയപ്പെട്ടതിനെ ദൈവത്തിന് സമർപ്പിക്കാൻ എനിക്ക് കഴിയുമോ? ശിമയോനും അന്നയും കാത്തിരുന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ടോ? ദൈവത്തോട് ചേർന്ന് എൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒടുവിൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചോദിക്കുമായിരിക്കും, ഞാൻ തന്ന മെഴുകുതിരി നീ എന്തു ചെയ്തു? എന്തായിരിക്കും നമ്മുടെ ഉത്തരം? എന്തിലാണ് എൻ്റെ സന്തോഷം? അലങ്കരിച്ച് പ്രദർശിപ്പിക്കാനോ അതോ കത്തിയെരിഞ്ഞ് പ്രകാശിപ്പിക്കാനോ? തെളിയാതെ പോയ ഒരു തിരിയായിരിക്കുമോ ഞാൻ? പ്രാർത്ഥിക്കാം. ഈശോയെ, നിനക്കു വേണ്ടി സമർപ്പിക്കുന്നതിൽ സന്തോഷിക്കാൻ എനിക്ക് കഴിയണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.